ഹലോ. ഹലോ, ആരാണ്? നമ്മുടെ പേര് റഷീദ്. ഏ നമ്മുടെ പേര് റഷീദ്. അല്ല, ഈ റഷീദിക്ക് എന്തിനാ എന്നെ വിളിക്കണം? നിങ്ങളാരും? പഠിക്കണമെന്ന് മനസ്സിലായല്ലേ? മോനവിടെ കടവും തരുന്ന റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ മോനൊക്കെ വീട് നമുക്ക് പെരുത്തേക്കായി എന്നെ എന്തിനാ ഇഷ്ടപ്പെടുന്നു? അതൊന്നും പറഞ്ഞിട്ട് കാര്യമുള്ള നമുക്ക് മോനെ പെരുത്തി ഇഷ്ടമായി. മോനവിടെ ഒരു മുണ്ടൊക്കെ പടക്കി കുത്തി നിന്നായിരുന്നു. അപ്പം എൻ്റെ തൊണ്ട നമ്മളെ കട്ടെ 10-13 കൊല്ലത്തിന് ഇപ്പുറമാണ് ഞങ്ങളൊരു ടൂറിന് പോയിരുന്ന സമയത്ത് ഈ സാധനം പിള്ളേരിത് കേൾക്കുന്നത്. അപ്പോൾ അവർക്കും അറിയില്ല ഞാനാണെന്ന് കേട്ടോ. അതിനാ അവർ കേട്ട് ഞങ്ങളൊരു മുറിയിലായിരുന്നു. അവർ പറഞ്ഞത് ഇപ്പോൾ പുതിയൊരു വോയിസ് വൈറലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ വോയിസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊരു ബെഡിൽ തന്നെ ഞങ്ങൾ 3-4 കൂട്ടുകാർ കിടക്കും. ആ കൂട്ടത്തിലൊരു ചെറിയ പയ്യനെ ഇതിനെ കേൾപ്പിച്ചു തന്നത്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു കാക്ക വോയിസ് വൈറലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഞാൻ ആ വോയിസ് അവൻ്റെ ചവിട്ടിക്ക് കേൾപ്പിച്ചു എനിക്ക്. അവൻ്റെ ചവിട്ടിൽ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഫോക്കായി പോയില്ലേ? അവൻ ബെഡ്ഷീറ്റ് മേത്ത് മൊത്തം കെട്ടിയാന്ന് കിടന്ന് പേടിച്ചിട്ട്. ഈ പ്രാങ്ക് ഒക്കെ ചെയ്യുമ്പോ അടി കിട്ടാന്നൊന്നും പേടിയില്ലായിരുന്നോ? അടിക്കും ആരെങ്കിലും? എന്നാലും പ്രാങ്ക് ചെയ്യുമ്പോഴൊക്കെ കേൾക്കാൻ അടിച്ചാലും അങ്ങനത്തെ പേടിയൊന്നും അടിക്കണമുണ്ട്. ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഭയങ്കര വൈറലായ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ ആരാന്നുള്ളത് നമുക്ക് നേരിട്ട് ആ ശബ്ദം കേൾക്കുന്നത് തന്നെ മനസ്സിലാവും അല്ലേ? അതെ അതെ. ആ ശബ്ദത്തിലൊന്ന് സംസാരിക്കാവോ? നമ്മുടെ പേര് റഷീദ്. കടന്നറ. അപ്പോൾ ഈ ശരിക്കത്തെ പേര് പ്രവീൺ എന്നല്ലേ? അപ്പോൾ ഈ റഷീദ് എന്ന് പറഞ്ഞൊരു പേര് എങ്ങനെ? പേര് പ്രവീൺ എന്നാണ്. സ്ഥലം ചേർത്തലയാണ്. റഷീദ് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ഒരു ശബ്ദത്തിന് നൽകാൻ പറ്റിയൊരു പേര് അതേ കിട്ടിയുള്ളൂ. ഞാൻ കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ ബാർ ഫീൽഡായിരുന്നു എൻ്റെ ഒരു ചെറുപ്പകാലത്ത്. അപ്പോൾ ആ സമയത്ത് ആ ബാറിൽ ജോലി എടുത്തിരുന്ന സമയത്ത് അവിടെ കുറേ ഇക്കാക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ നമ്മളെ കാണുന്ന സ്നേഹം കൊണ്ടായാലും മേൽ തട്ടിയൊക്കെ ഇങ്ങനെ ചോദിക്കും, എന്താ മോനെ സുഖമാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു സംസാര രീതിയും പിന്നെ ഈ ചാനലുകളിലൊക്കെ കേൾക്കാറില്ല ഇക്കാക്കന്മാർ. അപ്പോൾ അവരുടെ ശബ്ദം എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കലർത്തി ഞാൻ അങ്ങനെ ഒരു സംഭവം അഴിച്ചിറക്കിയതാണ്. ഇപ്പോൾ ഒരു 13 വർഷത്തോളമായിട്ടുണ്ട് കർണാടകത്തിൽ ജോലി എടുക്കുന്ന സമയത്ത് ചുമ്മാ ഒന്ന് ഫോണിൽ ഡബിൾ റോള് കാണിച്ച് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ഒരു വൈറലായ കോണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് തുടങ്ങിയതാണോ? അങ്ങനെ സ്റ്റാർട്ടിങ് എന്നുള്ളൊരു ഇതിനല്ല. അത് നമ്മൾ കൂട്ടുകാരെല്ലാം ആയിട്ടിരുന്ന സമയത്ത് കർണാടകയിലായിരുന്നു വർക്ക്, ജോലി ബോട്ടിൻ്റെ വർക്കാരും. അപ്പോൾ ആ സമയത്ത് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഫോണിൽ തന്നെ ഈ ഡബിൾ ശബ്ദം 2 ശബ്ദം ഞാൻ തന്നെ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയൊരു വോയിസാണത്. ഞാൻ പോലും പറഞ്ഞില്ല. അത് ഒരു 10-13 കൊല്ലത്തിന് ഇപ്പുറമാണ് ഞങ്ങളൊരു ടൂറിന് പോയിരുന്ന സമയത്ത് ഈ സാധനം പിള്ളേരിത് കേൾക്കുന്നത്. അപ്പോൾ അവർക്കും അറിയില്ല ഞാനാണെന്ന് കേട്ടോ. അതിനാ അവർ കേട്ട് ഞങ്ങളൊരു മുറിയിലായിരുന്നു. അവർ പറഞ്ഞത് ഇപ്പോൾ പുതിയൊരു വോയിസ് വൈറലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ വോയിസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊരു ബെഡിൽ തന്നെ ഞങ്ങൾ 3-4 കൂട്ടുകാർ കിടക്കും. ആ കൂട്ടത്തിലൊരു ചെറിയ പയ്യനെ ഇതിനെ കേൾപ്പിച്ചു തന്നത്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു കാക്ക വോയിസ് വൈറലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഞാൻ ആ വോയിസ് അവൻ്റെ ചവിട്ടിക്ക് കേൾപ്പിച്ചു എനിക്ക്. അവൻ്റെ ചവിട്ടിൽ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഫോക്കായി പോയില്ലേ? അവൻ ബെഡ്ഷീറ്റ് മേത്ത് മൊത്തം കെട്ടിയാന്ന് കിടന്ന് പേടിച്ചിട്ട്. സംഭവം കൊണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതും കൂടെ ഇമേജും കൂടെ വരുന്നത്. കാരണം ഇത് നല്ലൊരു സംഭവം അല്ലല്ലോ. ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ തന്നെയല്ലേ. അപ്പോൾ പക്ഷേ ഇതിൽ ആ ഒരു വോയിസ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു സംസാര രീതി മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 2 ശബ്ദം കൂടി ചെയ്ത ഒരു മോണോ ആക്ട് എന്നുള്ള രീതിയിൽ 2 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ചെയ്തു എന്നുള്ളത്. പക്ഷെ അത് ഇങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ പോയത്. പിന്നെ ഈ വൈറലായപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് മാത്രമാണല്ലോ വൈറലായത്? ആ ശബ്ദത്തിൻ്റെ ഉടമയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷനോ ഒന്നും ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ വൈറലായപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഞാനത് ഒരു കൂട്ടുകാരുമായിട്ടിരുന്നപ്പോൾ ഒരു കമ്പനി പുറത്ത് ചെയ്തതാണ്. പക്ഷെ അത് വൈറലാക്കണം, അത് എല്ലായിടത്തായിട്ട് ഇറങ്ങി പോകണമെന്ന രീതിയിൽ ചെയ്തതല്ല. അത് ഫേസ്ബുക്കിൻ്റെ ഏതൊരു FFC അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ പേജ്. അതിനകത്തുകൂടി ഇത് പുറത്ത് വന്നിട്ടാണ് കൂട്ടുകാർ കണ്ടിട്ട് എന്നോട് പറഞ്ഞത് സാധനം ഇങ്ങനെ വൈറലായിട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇന്ന ആൾ ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് വോയിസ് ചെയ്ത്. അങ്ങനെ കുറച്ച് പേർക്ക് മാത്രം അറിയാൻ പറ്റി ഇന്നതാണ് നമ്മൾ ചെയ്ത കാര്യം. അല്ലാണ്ട് അധികം പേർക്ക് എനിക്ക് അതുകൊണ്ട് യാതൊരു വിധ ഇതും ഉണ്ടായിട്ടില്ല ചെയ്ത്. പിന്നെ കുറച്ച് വെബ് സീരീസ് വന്നേപ്പാ. പിന്നെ ഒരു സോങ്ങും ഒക്കെ ചെയ്തിരുന്നു. അടുത്തുള്ള ഒരു 2 പിള്ളേരെ വെച്ചിട്ട് വിജോ GT എന്ന് പറഞ്ഞിട്ടൊരു DJ പ്ലെയർ ഉണ്ട്. പുള്ളിക്കാരൻ ഒരു
സംഭവം ചെയ്ത് അവൻ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ട് ഞാൻ പാട്ട് പാടിയിട്ട് വാ പുള്ളേ വാ വാ എന്ന് പറഞ്ഞൊരു പാട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിവിടെ വയറ്റിലുള്ള ഒരാളായത്. അപ്പോൾ ചേട്ടൻ്റെ ലുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര കലിപ്പൻ ലുക്കാണ്. അങ്ങനെ ഒരു ശബ്ദം ചെയ്യുന്ന ഒരാളാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഈ ലുക്കിൻ്റെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ലുക്കിലൊന്നും ഒരു കാര്യമില്ല മോളെ, ചെയ്തതൊക്കെ നേരമാണ്. പക്ഷേ നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ഇൻസ്റ്റയിലൂടെ കുറേ വോയിസും കാര്യങ്ങളും ഒക്കെ ചെയ്തിറക്കിയായിരുന്നു. പിന്നെ ഇത് ഞാനാണെന്ന് വരുത്താൻ വേണ്ടി ഞാൻ കാണിച്ച് കുറേ കൂട്ടി. പക്ഷെ നമുക്കും അങ്ങനെ പ്രത്യേകിച്ച് അവസരങ്ങളോ കാര്യങ്ങളോ ലഭിച്ചൊന്നുമില്ല. പിന്നെ ഈ വില്ലൻ വേഷങ്ങൾ ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട്. കലികണ്ട കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അത് നല്ലൊരു രീതിയിലായിരുന്നു. തുടക്ക സമയത്താണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു 9 കൊല്ലത്തോളമൊക്കെ ആയിട്ടുണ്ട്. 9 കൊല്ലമായിരുന്നു. കലികണ്ട കൊച്ചി, വെടിയിറച്ചി എന്ന് പറഞ്ഞിട്ടുള്ള 2 സീരീസ് ചെയ്തായിരുന്നു. പിന്നെ ഒരു ബർഗർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വെബ് സീരീസ് ചെയ്തായിരുന്നു. ഇതിലെല്ലാത്തിലും ശ്രദ്ധേയമായ വേഷങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഭാഗ്യമില്ലായ്മ ഒന്നും എവിടെ ആകാൻ പറ്റിയില്ല. വൈറലായത് മറ്റേ ആ ഒരു സൗണ്ടായിരുന്നു അല്ലേ? അത് പിന്നീട് എവിടെയെല്ലാം അനുഗ്രഹിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടോ? ആ സൗണ്ട് അനുകരിക്കാൻ പിന്നെ നോക്കിയിട്ടുണ്ടോ? ഈ വൈറലായതിനു ശേഷം പിന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണമെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു? നമ്മുടെ റൂമിന് മാത്രമല്ല ഈ കലാകാരനും കലയൊക്കെ ഉള്ളത്. നമ്മളത് ഒരുപാട് പ്രാവശ്യം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവനെ വട്ടാണെന്ന് പറയും. ഇവൻ്റെ അതിലൂടെ കയറാൻ പോവാം. അതിന് നമുക്കും ഒരു ബുദ്ധിമുട്ട്, നെഗറ്റീവായിട്ട് ഇമേജ് വരും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നേ? ഇല്ല, അങ്ങനത്തെ പേടിയൊന്നുമില്ല. കാര്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ കഴിവ് ഏത് രീതിയിലും എവിടെയും ഏത് സദസ്സിലും കാണിക്കാൻ ഞാൻ തയ്യാറ്. പക്ഷെ അത് കേൾക്കുന്നവർക്കൊരു അരാജകത്വം തോന്നുന്നു. പിന്നെ അതിനാദ്യം ആരും സപ്പോർട്ട് ചെയ്യും. ഈ കലാകാരന്മാർ വന്ന് ഇപ്പോൾ നിങ്ങൾ തന്നെ ഇതിങ്ങനെ കേട്ടറിഞ്ഞു, എന്നെ വിളിച്ചു, ഇങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നു. വേറെ ആർക്കും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പക്ഷെ ആസ്വാദകർ ആസ്വദിക്കും. എങ്ങനെ ആസ്വാദകർ ഇപ്പോൾ നമ്മുടെ സംഭവങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കും. പക്ഷെ അതല്ലാത്തവർക്ക് അതൊരു അരാജകത്വമായിരിക്കും, കേൾക്കാനും താല്പര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു മനോഭാവം എന്നാണ് തോന്നുന്നത്? ഇപ്പോഴത്തെ ഈ ലോകത്തിലെ കാര്യങ്ങൾ അങ്ങനെയല്ലേ, മൊത്തം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളാണെങ്കിൽ ശരി, മൊത്തം മയക്കുമരുന്നും അതുപോലെ തന്നെ ഈ അച്ഛൻ അമ്മ അങ്ങനെയുള്ളതിന് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ എല്ലാവരും ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും തലക്കടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലമുറയാണ് ഏറെക്കുറെ വളർന്നു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നതായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് മറിച്ചൊരു ശബ്ദം മാത്രമായിട്ടോ, ഒരു ശബ്ദമായിട്ട് മാത്രം ഞാൻ ഇറക്കി വിട്ടതാണ് ഒരു ആഗ്രഹം കൊണ്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ശബ്ദം അല്ലെങ്കിൽ ഇങ്ങനത്തെ ആഗ്രഹങ്ങളല്ലാണ്ട് ശരിക്കും റിയൽ ലൈഫിൽ എന്തായിരുന്നു ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി? എങ്ങനെയാണ്? ഫാദർ ഒരു കവിയാണ്, പ്രസന്നൻ അന്ധകാരനഴി എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ കവിത കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമായി മരിച്ചു. പുള്ളിക്കാരന് കാവ്യരസഗീതിക എന്നുള്ളൊരു അവാർഡുകളും കാര്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടുള്ളതാണ്. സംസ്കാരം എന്ന് പറഞ്ഞൊരു വലിയൊരു ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ചേർത്തല സംസ്കാരം. അങ്ങനെ അത്യാവശ്യം എല്ലാ ഉദ്ഘാടന ചടങ്ങിലും വൺമാൻ ഷോയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു പ്രമുഖനായ ഒരു വ്യക്തിയുടെ, ഒരു കവിയുടെ മകനാണ് ഞാൻ. എനിക്ക് താല്പര്യങ്ങളുണ്ട്. എൻ്റെ താല്പര്യങ്ങൾ ഇങ്ങനെയുള്ള രീതിയിൽ, ആളുടെ താല്പര്യം അത് തന്നെയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ച് എൻ്റെ ഈ പോസ്റ്റ് തന്നെ, ഈ റഷീദൊക്കെ വൈറലായത് തന്നെ എൻ്റെ ഫാദർ എടുത്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് ഓരോ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. പുള്ളിക്കാരനെ അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് അവരോട് ഇങ്ങനെ പറയുന്നത് എൻ്റെ മകൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാര്യം മാറ്റർ എന്താണെന്ന് പറയാൻ പറ്റുമോ? റഷീദ് അങ്ങനെയുള്ള കുറേ കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രവീൺ കവിത പാടാറുണ്ടോ അല്ലെങ്കിൽ ചൊല്ലാറുണ്ടോ? കവിത ഫാദർ ചെയ്യാറുണ്ട്. അത് കേട്ട് എൻ്റെ ഒരു അഭിരുചി അങ്ങനെയല്ല, വേറെ ഓരോ കുറേ കാര്യങ്ങളായിട്ടൊക്കെ. അപ്പോൾ ഈ പേരിപ്പോൾ ചൂസ് ചെയ്തല്ലോ, ഈ റഷീദ് എന്നുള്ള പേര്. അപ്പോൾ അത് ഇപ്പോൾ പ്രവീണിൻ്റെ ഒറിജിനൽ പേരും വേറെ പേരാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പേര്. ഈ ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മുടെ പേര് റഷീദ്, ഉണങ്ങട് ബാ, നമ്മൾ പൊറോട്ട ഇറച്ചി മേടിച്ചു തരാം, മനുഷ്യരില്ല ഉള്ളേ, ഇതാണ് സാധനം. ആ ശബ്ദത്തിനാണ് അങ്ങനെ ഒരാൾ വന്നിപ്പോൾ മോളോട് സംസാരിക്കണം, മോൾ എന്തെടുക്കാൻ സുഖമാണോ ആൾ പറയണത്, അയാളുടെ പേര് വല്ല ഉണ്ണിയെന്ന അങ്ങനെ വല്ലതും പറയാം, ശബ്ദമായിട്ട് വല്ലൊരു ഇത് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു ശബ്ദം നമ്മൾ മിക്കവാറും കേൾവിയായിട്ടുള്ളത് കേട്ടിട്ടുള്ളതൊക്കെ ഈ ഇതുപോലെയുള്ള ഓരോ ഇതിലേക്കാണ്. മനസ്സിലായ? അപ്പോൾ പക്ഷേ പൊളിറ്റിക്കലി നോക്കുമ്പോൾ കുറേ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഭീഷണിയൊക്കെ വന്നിട്ടുണ്ടോ? ഭീഷണിയല്ല, കുറച്ച് പേരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കാർക്ക് ഭയങ്കര ആ ഒരു പേരിൻ്റെ
ബുദ്ധിമുട്ടും പിന്നെ ഈ കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ എനിക്ക് പേഴ്സണലി ഫ്രണ്ടായിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരോടെല്ലാം ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ ഇത് ആരെയും കളിയാക്കി ചെയ്തിട്ടൊന്നോ എന്നെ അറിയാവുന്നവർക്ക് അതറിയാം. ഞാൻ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കളിയാക്കിയായിട്ടുള്ള രീതിയിലല്ല ചെയ്തത്, ഒരു താല്പര്യത്തിൻ്റെ പുറകെ ചെയ്തെന്നേ ഉള്ളെന്ന് പറഞ്ഞു. പൊതുവെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് അങ്ങനത്തെ പെട്ട കമ്മ്യൂണിറ്റി ആൾക്കാരോട് പല നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് മനോഭാവമല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം അങ്ങനെ കൂടുതലാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നോ ഈ വൈറലായ സമയത്ത്? വൈറലായ സമയത്ത് എനിക്ക് അത്യാവശ്യം അവരിൽ എന്തെങ്കിലും ഇടപെട്ടിട്ട് അവർ ഭയങ്കര പ്രശ്നമാക്കുമോ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ വന്ന കോളിലെല്ലാം ഞാൻ അവരോട് സംസാരിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു. അല്ല നമുക്ക് വേറെ വഴിയില്ലല്ലോ. എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, കമ്മ്യൂണിറ്റിയിലൊക്കെ ഇത് സംസാരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. 1-2 പേരും കൂടെ സംസാരിച്ചിരുന്നു. അവരുടെ ഇതിൽ മെയിനായിട്ട് നിൽക്കുന്ന കുറച്ച് പേരെ എനിക്കറിയാം, കമ്മ്യൂണിറ്റിയിലെ മെയിൻ മെമ്പേഴ്സ്. അവരുടെ കൂടി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളെ അപമാനിച്ചുകൊണ്ടൊന്നുമില്ല, സംസാരിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ശരിയായി. ഇനി ഈ ശബ്ദം വീണ്ടും കൊണ്ടുവരണം, പുതിയ പുതിയ കാര്യങ്ങൾ ഈ ശബ്ദം വെച്ച് ചെയ്യണം, അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഈ കട ശബ്ദം ചെയ്തു, പിന്നെ നല്ലൊരു കലാപരമായിട്ടുള്ള ഒരു ഗ്യാങ്ങിനെ വളർത്തിയെടുക്കണം, അഭിനയം അങ്ങനെയുള്ളൊരു മേഖലയിൽ തുറന്നു പോകണം എന്നുള്ള താല്പര്യമാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊച്ചിയിൽ വന്നിട്ടാണെങ്കിലും നമ്മളെ പഴയ കുറേ കൂട്ടുകാരുണ്ട്, അവരോടൊക്കെ കണ്ടിട്ട് നമുക്ക് പുതിയ പുതിയ ഓരോ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സീരീസോ അല്ലെങ്കിൽ ഏതെങ്കിലും അവസരങ്ങളോ ഒക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ശബ്ദത്തിൽ ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമോ എന്ന് അമ്മോട് ചോദിച്ചു, അമ്മ കഴിഞ്ഞാലും മറുപടി പറയാം. ശരി. ഇനി എന്താണ് പ്ലാൻസ്, ഭാവി പ്ലാൻസ് എന്തൊക്കെയാണ്? നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കടവന്ത്രയെല്ലാം നമ്മുടെ സ്ഥലം അവിടെ വന്നിട്ട് പയ്യന്മാരുണ്ടാവും. അപ്പോൾ ഓരോ കൂട്ടത്തിൽ ഇങ്ങനെ കറങ്ങി നടന്ന് ബാക്കിയുള്ള ജീവിതം അവിടെ ഈ ടൗണിൽ അവരെ കൂട്ടത്തിൽ കറങ്ങി നടന്ന് ജീവിക്കണം. അതാണ് നമ്മുടെ താല്പര്യം. ഇനി സിനിമയാണോ ലക്ഷ്യം? സിനിമയിലോട്ട് വരണം എന്നുണ്ടോ? സിനിമയിലോട്ട് വരണമെന്നില്ല, നമുക്ക് സിനിമയിലോട്ട് പോകണമെന്നാണ്. പിന്നെ അവിടെ ചെന്നാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു, റഷീദിൻ്റെ സൗണ്ടിൽ സംസാരിച്ചു. ഇനി ആ റഷീദിൻ്റെ സൗണ്ടിൽ നമുക്കൊരു പാട്ട് പാടി തരാമോ? റഷീദിൻ്റെ ശബ്ദത്തിൽ പാടണമല്ലേ? ഓക്കെ. നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം നമ്മുടെ ഒരു പയ്യനിത്, എറണാകുളത്തുള്ള ചോരക്കുട്ടന്മാരുടെയൊക്കെ ഒരു അഭിമാനം. ഓൻ നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. ഓനിക്ക് വേണ്ടി ഓൻ്റെ പാട്ട് നമ്മളിവിടെ പാടാൻ പോണേ. ഓൻ്റെ സ്പെഷ്യൽ സോങ് ആട്ടോ, എല്ലായിടത്തും പാട്ടാണ് പാടുന്നത്. അപ്പോൾ ഓൻ്റെ കല്യാണത്തിന് പോയത് അപ്പോഴും നമ്മൾ പറഞ്ഞു, ഓനെ നമ്മളെ പാട്ട് പാട്ടത് ഇപ്പോൾ മുണ്ടിപ്പോരുതേ എന്നാണ് ഓൻ നമ്മളോട് പറഞ്ഞത്. ഓൻ്റെ പാട്ട് നമ്മൾ പാടാം, കേട്ടോട്ടെ. മുത്തേ സത്തേ എന്ന് വിളിക്കും തനുത്തൊരാവ് ഇന്നാടേ, മരൻ്റെ കാരാളിൻ കുളിരുപകാരണ നിക്കാതൊരാവ് ഇന്നാണ്. മുത്തേ സത്തേ എന്നു വിളിക്കും താനത്തരാവ് ഇന്നാണ്. ഓൻ്റെ പാട്ടിൻ്റെ ഭാര്യ മരൻ്റെ കാരാളിൻ കുളിരുപകാരണ നിക്കാഹൊരാവ് ഇന്നാണ്. ചിരിച്ച് ഓൻ്റെ ചിരി അതാണ് ഓളെ ബെസ്റ്റ്. ഓൻ്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട സൂപ്പർ സൂപ്പർ. ഷിയാസിൻ്റെ മെയിൻ പാട്ടാണ്. പുള്ളി ഈ പാട്ട് എപ്പോഴും നമുക്ക് പാടി കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ ഷിയാസായിട്ട് ഭയങ്കര ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണോ? കൂട്ടാം, ആളറിയാം. ഈ ഗാനൊക്കെ പോയായിരുന്നു. നല്ലൊരു വ്യക്തിയാണ്, നല്ല കമ്പനിയാണ്. അതാണ് നമ്മളിപ്പോൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം അതൊന്നും നമ്മൾ നോക്കണ്ട. പക്ഷെ ആളല്ലേ നമ്മളുടെ നല്ല കമ്പനി, നല്ല ഒരു സ്നേഹമാണ്. ഈ കാണുന്ന പോലെ ജിമ്മുകളിലെങ്കിലും ലോല മനസ്സാണ്. ചേട്ടന് അങ്ങനെ ഭയങ്കര കളിപ്പല്ലുക്കാണെങ്കിലും അതാ അങ്ങനെയല്ലേ, ഓരോരുത്തരുടെ ലുക്കിലല്ലല്ലോ. നമ്മൾ ഓരോ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഒരു ഭയങ്കര ക്രൗഡാണ്, പ്രശ്നമാണ്, അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർ ജീവിക്കാനായിട്ടുള്ളത് പാടുകയുള്ളൂ. ഇപ്പം എനിക്ക് വീട്ടിലുള്ളത് അമ്മമ്മ, മോൻ. അപ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി സെറ്റ് ചെയ്തൊക്കെ പോകും, ജോലി കാര്യങ്ങളൊക്കെ ഇട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. ഈ അച്ഛൻ കവയെങ്ങോണ്ടാണ് കലയിനോട് ഇത്രയും ഇഷ്ടം വന്നു തുടങ്ങിയത്? എനിക്ക് അതിനോട് ഒരു താല്പര്യം ഉണ്ടായി നേരത്തെ ഭാഗത്ത്, കലയോടും. പിന്നെ ഇങ്ങനെയുള്ള സ്റ്റേജ് പ്രോഗ്രാം, പിന്നെ ഏതെങ്കിലും ചെറിയ ചെറിയ പ്രോഗ്രാമിനൊക്കെ പാടാനും ഒക്കെ ഇത് പോയി അതിന് ചെയ്യാം.
പോവാറൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പ്രോഗ്രാമുകൾക്കൊക്കെ പോകാനുണ്ട്. കല്യാണ വീട്ടിലെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ പോകും. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു അമ്പല പരിപാടി ഉണ്ടെങ്കിൽ നമ്മളെ സ്റ്റേജിലുണ്ടാവും. മേക്ക് വിട്ടു കൊടുക്കൂല. എപ്പോഴും പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ ഓരോ എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയാണ്. കാരണം നമ്മളൊരു താല്പര്യമാണല്ലോ, നമ്മുടെ ഒരു താല്പര്യം നമ്മൾ തീർക്കുന്നത് അങ്ങനെയാണല്ലോ. നമ്മുടെ ആഗ്രഹങ്ങൾ വേറെ എന്ത് കാണിക്കാൻ, ഇത് വേറെ ഒന്നും നോക്കി ചെയ്യാൻ പറ്റില്ല. അഭിനയത്തോടുള്ളൊരു കാര്യം അഭിനയിച്ച് തന്നെ തീർക്കാൻ പറ്റുമോ? റിയാലിറ്റിയിലേക്ക് വരുന്ന കാര്യം അങ്ങനെ തീർക്കാൻ പറ്റുമോ? അപ്പോൾ വർക്ക് ഇവിടെ ടൗണിൽ കിടക്ക് പെയിൻറ്റിങ്ങിൻ്റെ പണി ഉണ്ടാവും, അതിന് പോവും. പിന്നെ ഡ്രൈവിങ് അറിയാം, അതിന് പോവും. കിട്ടുന്ന എന്ത് വർക്കാണോ അതുപോലെ ചെയ്യും, അങ്ങനെ പോവും. അപ്പോൾ നമ്മുടെ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ഒരു വൈറലായ ഡയലോഗ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? നമ്മുടെ ക്യാമറയിൽ നോക്കിയിട്ടൊന്ന് വോയിസും അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാം. ക്യാമറയിൽ നോക്കിയിട്ടുണ്ടോ? ക്യാമറയിൽ നോക്കിയത് തന്നെ നമ്മളത്തെ സെറ്റ് ചെയ്യാം. അയാളെ വിളിക്കുന്ന പോലെയുള്ള ഒരു രീതിയാണ്. വിളിച്ചിട്ട് 2 വോയിസും അന്ന് ഞാൻ തന്നെയാണ് ചെയ്തത്. ഫോണിലൂടെ നമ്മൾ ഒരാളെ വിളിക്കുന്നതായിരുന്നു. ഫോണിലൂടെ അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ ഡയറി ചെയ്തിട്ട് വിളിക്കുന്നത് ചവിട്ടിൽ വെച്ച്. മെല്ലഡി ഞാൻ തന്നെയാണ് കേട്ടോ. ഹലോ ഹലോ, ആരാണ്? നമ്മുടെ പേര് റഷീദ്. നമ്മുടെ പേര് റഷീദ്. അല്ല, ഈ റഷീദിക്കെന്തിന് എന്നെ വിളിക്കുന്നത്? നിങ്ങളാരും പഠിക്കണമെന്ന് മനസ്സിലായല്ലേ? മോനവിടെ കടവും തരുന്ന റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പോണക്കില്ലേ നമുക്ക് പെരുത്തേക്കായി എന്നെ എന്തിനാ ഇഷ്ടപ്പെടുന്നു? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മോനെ പെരുത്തി ഇഷ്ടമായി. മോനവിടെ ഒരു മുണ്ടക്ക് പടക്കി കുത്തി നിന്നായിരുന്നു. അപ്പം എൻ്റെ തൊണ്ട നമ്മളെ മോനെ വെറുതെ ആരെയും വിളിച്ച് കൂട്ടൊന്നും വേണ്ട പിള്ളേ. വെറുതെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ചെറിയൊരു ഇറച്ചിക്കൊക്കെ നമ്മൾ പറയെടുത്തിട്ട് എന്ന് വെച്ചാൽ മതി. മനുഷ്യനല്ലേ പിള്ളേ, വെച്ചാലിപ്പോൾ പോയി ചത്തൊന്നും പോലാലോ. പിന്നെ 2-3 തെറിയാണ്, അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പം ആ മധുരം ഇട്ടേക്കണേ. ഓക്കെ. അപ്പോൾ ഇതല്ലാണ്ട് വേറെ ആരെങ്കിലുമൊക്കെ ശബ്ദം അനുകരിക്കാനുണ്ടോ? വേറെ അങ്ങനെ വോയിസുകൾ ചെയ്യാറില്ല. ഇപ്പോൾ ഒരുപാടായില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയുള്ളതൊക്കെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും? ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ ശബ്ദങ്ങൾ. ആരെയാണ് നോക്കിയിരിക്കുന്നത്? വേറെ ഓരോ ആക്ടർമാരുടെ വോയിസ്, വിനായകൻ്റെത്, നടന്മാരുടെ വോയിസ് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? പെർഫെക്ഷൻ അല്ല, കുറച്ച് മുമ്പ് ഈ കാലം മാറി വന്നപ്പോഴത്തേക്ക് നമ്മളെ ഒരു ശബ്ദത്തിൻ്റെ ഇതും ഒരു ഇതിലൊക്കെ ചെറിയ വേരിയേഷൻ. പിന്നെ അത് അങ്ങനെയുള്ളതൊന്നും കിട്ടുന്നില്ല. എന്നാലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ തന്നെ വെറൈറ്റി ആയിട്ട് അവിടെ ഓരോ ഷോപ്പിലിരിക്കുന്ന ആൾക്കാരുടെ തന്നെ, വീടിന് അടുത്തുള്ള കടക്കാരുടെ തന്നെ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ട് അവരൊക്കെ പേഴ്സണലി വന്ന് ചതിക്കല്ലേ ആൾക്കാരെ നമുക്ക് പുറത്ത് നടക്കാൻ പറ്റില്ല, അതുപോലെ പറഞ്ഞിട്ടുള്ളവരും ഉണ്ടാവും. ഒരുപാട് പേരുടെ ശബ്ദം ചെയ്തു പോകാറുണ്ട്. ഈ പ്രാങ്ക് ഒക്കെ ചെയ്യുമ്പോൾ അടി കിട്ടുമെന്നൊന്നും പേടിയില്ലായിരുന്നു? അടിക്കുമാരെങ്കിലും. എന്നാലും പ്രാങ്ക് ചെയ്യുമ്പോഴൊക്കെ കേൾക്കാതെ അടിച്ചാലും അങ്ങനത്തെ പേടിയൊന്നും അടിക്കണമുണ്ട്. അത് ശരിയാ, ലുക്ക് കൊണ്ട് അടി കിട്ടാറ് പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പ്രാങ്ക് ആണെങ്കിൽ അതാരും കുഴപ്പമില്ല. ഇവരങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പാളി പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആണ് ഈ കാര്യത്തിൽ മാത്രം എന്തോ അറിയില്ല. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടന്നില്ലേ? അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇനി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.